വെൽക്കം ടു റേസ് ഓഫ് കെമിസ്ട്രി. ഇന്ന് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ 10ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. എങ്കിലും നിങ്ങളുടെ +1ന്റെ 2 ചാപ്റ്ററും അതുപോലെ +2ന്റെ ഏകദേശം 4-5ഓളം ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രിയുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് പഠിക്കാനുള്ളത്. ഈ ചാപ്റ്റേഴ്സ് എല്ലാ കുട്ടികൾക്ക് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടാണ് പറയുന്നത്. അതിന് മെയിൻ ആയിട്ടുള്ള റീസൺ നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പം ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ +1ന്റെയും +2ന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് നമ്മുടെ 10ാം ക്ലാസ്സിന്റെ സ്റ്റുഡൻസിനും അതുപോലെ +1 +2 സ്റ്റുഡൻസിനും ഒക്കെ വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഓർഗാനിക് സംയുക്തങ്ങൾ അഥവാ ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഓർഗാനിക് കെമിസ്ട്രി എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് സംയുക്തങ്ങളെ പറ്റി അഥവാ ഓർഗാനിക് കോമ്പൗണ്ട്സുകളെ പറ്റി പഠിക്കുന്ന കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ച് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഓർഗാനിക് സംയുക്തങ്ങൾ? ഓർഗാനിക് സംയുക്തങ്ങൾ അഥവാ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് അഥവാ ഓർഗാനിക് സംയുക്തങ്ങൾ എന്ന് പറയുന്നത്. ഇനി എല്ലാ കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിനെയും നമ്മൾ ഓർഗാനിക് സംയുക്തങ്ങൾ എന്നാണോ എന്ന് പറയുന്നത് ചോദിച്ചാൽ അതിനകത്ത് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, അതുപോലെ ബൈകാർബണേറ്റ് ആൻഡ് കാർബണേറ്റ്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും ബൈകാർബണേറ്റും കാർബണേറ്റും ഒഴികെയുള്ള കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറഞ്ഞ ആൾക്കാരെ നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആയിട്ടല്ല കണക്കാക്കുന്നത്, ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പം ഇവരൊഴികെയുള്ള കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിനെ നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയും. അതിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിക്കകത്ത് ചെയ്യുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ഒരു കോമ്പൗണ്ടിനെ ഇത്രയും വൈഡ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടി വരുന്നത്? ഓക്കെ, അതിന്റെ ഓരോന്നിന്റെ ക്യാരക്ടേഴ്സ് ഡിഫറെന്റ് ആണ്, അതിന്റെ പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആണ്. അതുപോലെ മില്യൺസ് ഓഫ് കോമ്പൗണ്ട്സ് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആയിട്ട് വരുന്നുണ്ട്. ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, അതിലേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് ഫസ്റ്റ് കാർബണിനെ കുറിച്ച് നോക്കാം. ഓക്കെ, കാർബൺ എന്ന് പറയുന്നത് നമ്മുടെ കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്, 6 ആണ്. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 4. ഓക്കെ, അതായത് ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 4 ഇലക്ട്രോൺ ആണുള്ളത്. അതുകൊണ്ട് തന്നെ 4 ഇലക്ട്രോണും കൂടി കിട്ടിയാൽ മാത്രമാണ് ഇതിന് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് അഥവാ അഷ്ടകം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ഈ 4 ഇലക്ട്രോണിനെ എവിടെ നിന്നെങ്കിലും ഷെയർ ചെയ്തിട്ട് കോവാലന്റ് കോമ്പൗണ്ട് ആയിട്ടാണ് നമ്മുടെ കാർബൺ എക്സിസ്റ്റ് ചെയ്യുന്നത്. കാർബൺ അതിന്റെ സംയുക്തങ്ങളെ സൃഷ്ടിക്കുന്നത്. ഓക്കെ, അപ്പം കാർബണിന്റെ ഔട്ടർ ഷെല്ലിൽ 4 ഇലക്ട്രോൺ ആണുള്ളത്. ഇത് കോവാലന്റ് ബോണ്ട് വഴി സംയുക്തങ്ങളായിട്ട് മാറുന്നു. ഇതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. കാർബണിന്റെ ഔട്ടർ ഷെല്ലിൽ 4 ഇലക്ട്രോൺ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് കാർബണിന്റെ വാലൻസി 4 ആണ്. ഓക്കെ, കാർബണിന്റെ വാലൻസി 4 ആണ്. ഈ 4 വാലൻസിയും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അതിനൊരു സംയുക്തമായിട്ട് അഥവാ അതിനൊരു കോമ്പൗണ്ട് ആയിട്ട് മാറാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നമ്മുടെ കാർബണിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് ഇതിന് കാറ്റനേഷനുള്ള പവർ വളരെ കൂടുതലാണ്. കാറ്റനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ആറ്റങ്ങൾക്ക് തന്നെ ജോയിൻ ചെയ്ത് സംയുക്തമാകാനുള്ള കഴിവ്. ഓക്കെ, ഈ കാർബൺ ആറ്റം ഞാൻ ഇതിന്റെ കേസ് എടുത്ത് പറഞ്ഞതാണ്. ഏതൊരു ആറ്റം ആണെങ്കിലും ആറ്റങ്ങൾ തമ്മിൽ ബോണ്ട് ചെയ്ത് ജോയിൻ ചെയ്ത് സംയുക്തമാകാനുള്ള കഴിവിനെയാണ് നമ്മൾ കാറ്റനേഷൻ എന്ന് പറയുന്നത്. കാർബണിന്റെ കേസിൽ അത് വളരെ കൂടുതലാണ്. എത്ര കാർബൺ ആറ്റത്തിന് വേണമെങ്കിലും ഈ ഒരു രീതിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു കാർബൺ ആറ്റമുള്ള സംയുക്തമുണ്ട്, 2 കാർബൺ ആറ്റമുള്ള സംയുക്തമുണ്ട്. എത്ര നമ്പർ വേണമെങ്കിലും നമ്മുടെ കാർബൺ ആറ്റത്തിന് ജോയിൻ ചെയ്ത് സംയുക്തമാക്കാൻ കഴിയും. അതുപോലെ കാർബൺ മറ്റ്
ഉൾപ്പെടുത്താറുണ്ട്. അതായത് കാർബണും ഹൈഡ്രജനും ചേർന്ന സംയുക്തങ്ങൾ വരുന്നുണ്ട്, കാർബണും ഓക്സിജനും ചേർന്ന സംയുക്തങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹാലജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഈ പറഞ്ഞ ഹാലജനുകളുമായിട്ട് ചേർന്ന് നമ്മുടെ കാർബൺ സംയുക്തങ്ങൾ രൂപപ്പെടുത്താറുണ്ട്. അതായത് കാർബൺ ആറ്റങ്ങൾക്ക് തമ്മിൽ ജോയിൻ ചെയ്തും സംയുക്തങ്ങൾ ഉണ്ടാക്കാം. അതുപോലെ കാർബൺ മറ്റ് ആറ്റങ്ങളുമായിട്ടും ഇതുപോലെ കോവാലന്റ് ബോണ്ട് വഴി ജോയിൻ ചെയ്ത് അവിടെയും സംയുക്തങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇതുകൊണ്ട് തന്നെ മില്യൺസ് ഓഫ് ഓർഗാനിക് സംയുക്തങ്ങൾ നമുക്കുണ്ട്. ഓക്കെ, ഇനി ഈ പറഞ്ഞ ഓരോ സംയുക്തങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഭൗതിക രാസഗുണങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഓർഗാനിക് കെമിസ്ട്രിയെ കുറിച്ച് വളരെ വൈഡായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ളത്. കാർബൺ, ഇപ്പം ഒരു കാർബൺ ഉള്ളത് തന്നെ അവിടുത്തെ ബോണ്ട് വെച്ചിട്ട് പലതരത്തിലുള്ള സ്വഭാവങ്ങളായിരിക്കും കാണിക്കുന്നത്. അതുപോലെ കാർബൺ ഏത് ആറ്റവുമായിട്ടാണോ ചേരുന്നത് അത് വെച്ചിട്ടും അതിന്റെ ഭൗതിക രാസഗുണങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അത് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാറ്റിനേഷനുള്ള പവർ ഉള്ളത് കൊണ്ട് അതിന് ഒരുപാട് സംയുക്തങ്ങളെ സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ കാർബൺ ആറ്റങ്ങൾക്കിടയ്ക്ക് ഏകബന്ധനം, ദ്വിബന്ധനം, ത്രിബന്ധനം അഥവാ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്, അതുപോലെ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്, അതുപോലെ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട്. ഓക്കെ, രണ്ട് കാർബൺ ആറ്റങ്ങൾക്ക് ഒരു കോവാലന്റ് ബോണ്ട് വഴി ഇതുപോലെ ജോയിൻ ചെയ്യാം. അതുപോലെ രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ രണ്ട് ബോണ്ട്. ഇപ്പം ഇതിന്റെ ബാക്കിയുള്ള വാലൻസി ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ബാലൻസ് ആയിട്ട് വരുന്നത് നമ്മൾ ഇവിടെ ഇതുപോലെ കാണിക്കും. ആൻഡ് ഇവിടെ ഓരോ വാലൻസ് വെച്ചിട്ട് ബാലൻസ് ഉണ്ട്. ഓക്കെ, പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനം, ഓക്കെ, ഏകബന്ധനമുള്ള സംയുക്തങ്ങൾ ഉണ്ടാകാം, അതാണ് സിംഗിൾ ബോണ്ട്. അതുപോലെ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ദ്വിബന്ധനമുള്ള സംയുക്തങ്ങൾ ഉണ്ടാകാം. അതുപോലെ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ത്രിബന്ധനം അഥവാ ട്രിപ്പിൾ ബോണ്ട് ഉള്ള സംയുക്തങ്ങളും സാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരേ നമ്പർ കാർബൺ വെച്ചിട്ട് ഇതുപോലെ ഏകബന്ധനമുള്ള, ദ്വിബന്ധനമുള്ള, ത്രിബന്ധനമുള്ള വ്യത്യസ്ത സ്വഭാവമുള്ള സംയുക്തങ്ങൾ നമുക്ക് കിട്ടും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരുപാട് സംയുക്തങ്ങൾ ഇത് വെച്ചിട്ട് നമുക്ക് സൃഷ്ടിക്കാം. ഇതിന്റെ എല്ലാം ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്നൊക്കെ നിങ്ങൾ +1, +2 ക്ലാസ്സുകളിലൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ഓക്കെ, ഇതിന്റെ വളരെ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞ ഡയമണ്ട് ഇല്ലേ, നമ്മൾ ഗ്ലാസ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡയമണ്ട് ആണ്. ഈ ഡയമണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹാർഡസ്റ്റ് ആണെന്ന് പറഞ്ഞു. അതുപോലെ നിങ്ങൾക്ക് അതിന് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ, ഈ ഡയമണ്ട് എന്ന് പറയുന്നത് ഒരു ഇൻസുലേറ്റർ ആണ്, നമ്മുടെ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാത്ത ഒരാളാണ്. ഇത് ഒരു ഓർഗാനിക് സംയുക്തമാണ്. ഡയമണ്ട് എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. ഇതുപോലെ തന്നെ നമ്മുടെ ഗ്രാഫൈറ്റിലേക്ക് വരുമ്പോൾ അത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. അതുപോലെ നമ്മുടെ ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഡയമണ്ട് പറഞ്ഞു, ഡയമണ്ട് ഹാർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്, അതുപോലെ ഇൻസുലേറ്റർ ആണ്. ബട്ട് ഗ്രാഫൈറ്റിലേക്ക് വരുമ്പോൾ ഗ്രാഫൈറ്റും ഒരു ഓർഗാനിക് സബ്സ്റ്റൻസ് ആണ്, അത് സോഫ്റ്റ് ആണ്, അതുപോലെ അത് കണ്ടക്ടറുമാണ്, ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്ന ഒരാളാണ്. അതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വീട്ടിലെ കരി, നമ്മുടെ വിറകടുപ്പിൽ നിന്ന് നമ്മുടെ വിറകൊക്കെ കത്തിച്ചു കിട്ടുന്ന കരിയില്ലേ, അതും ഒരു ഓർഗാനിക് സംയുക്തമാണ്. അത് നിങ്ങളുടെ കൈ കൊണ്ടൊന്ന് എടുത്തു നോക്കി നിങ്ങൾ പൊടിഞ്ഞു പോകില്ലേ? നമ്മുടെ ഡയമണ്ടിന്റെ എന്തെങ്കിലും ഗുണമാണോ അതിനുള്ളത്? അല്ല. അപ്പം പല ഗുണങ്ങളുള്ള, പല ഫിസിക്കൽ പ്രോപ്പർട്ടിയുള്ള, പല കെമിക്കൽ ഗുണങ്ങളോട് കൂടിയ ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഗാനിക് സംയുക്തങ്ങൾ അഥവാ ഓർഗാനിക് കോമ്പൗണ്ട്സ് നമുക്കുണ്ട്. അപ്പം അതിനെ ഓരോന്നിനെയും കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാഞ്ച് വളരെയധികം വൈഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതിന്റെ ഡീറ്റെയിൽ ആയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. അപ്പം ഇതിനകത്ത് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട കാര്യം, ആദ്യം അറിയേണ്ട കാര്യം, കാർബണിന്റെ വാലൻസി 4 ആണ്. ഓക്കെ, അത് ഇതുപോലെ 4 വാലൻസിയോട് കൂടിയാണ് ഇരിക്കുന്നത്. ഈ 4 വാലൻസിയും സാറ്റിസ്ഫൈ ചെയ്താൽ, 4 വാലൻസിയിലും ആറ്റങ്ങൾ വന്നാൽ മാത്രമേ ഇതൊരു സംയുക്തമായിട്ട് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അതുപോലെ നമ്മുടെ കാർബണിന് കാർബൺ 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 ബോണ്ട് പോസിബിൾ ആണ്. എത്ര
എത്ര കാർബണുമായിട്ട് വേണമെങ്കിലും അതിന് ചേരാം. അതിന് കാറ്റിനേഷനുള്ള പവർ വളരെ കൂടുതലാണ്. അതുപോലെ കാർബൺ കാർബൺ ഏകബന്ധനം, കാർബൺ കാർബൺ ദ്വിബന്ധനം, കാർബൺ കാർബൺ ത്രിബന്ധനം അഥവാ ഏകബന്ധനം എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഇത് പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സംയുക്തങ്ങളെ സൃഷ്ടിക്കാൻ കഴിയും. അതുപോലെ ഒരുപാട് ആറ്റങ്ങളുമായിട്ട് ചേരാനുള്ള കഴിവ് നമ്മുടെ കാർബൺ ഉണ്ട്. ഹാലജനുമായിട്ട് ചേരുന്നുണ്ട്, ഓക്സിജനുമായിട്ട് ചേരുന്നുണ്ട്. അതൊക്കെ വഴി നമുക്ക് വ്യത്യസ്തങ്ങളായ സംയുക്തങ്ങളാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാവുന്നതാണ്. ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇത് കേട്ട് നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട. ഓരോ ടോപ്പിക് എടുത്ത് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കാർബണിന്റെ വാലൻസി 4 ആണ്. അതിന് ഒരുപാട് ആറ്റംസുമായിട്ട് ജോയിൻ ചെയ്യാനുള്ള അഥവാ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. ഇതിന്റെ ബാക്കി പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓരോ വീഡിയോയിലും നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ ആ വീഡിയോയിൽ തന്നെ ക്ലിയർ ചെയ്ത് പോകേണ്ടതാണ്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് താഴെ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഇത് 10ാം ക്ലാസ് ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് എങ്കിലും +1 ആൻഡ് +2 സ്റ്റുഡൻസിനും വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിന്റെ ബാക്കി പാർട്ടിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.